പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്, വിപ്ലവ വീരൻ. ഈ കഥ കേൾക്കൂ. സ്വേച്ഛാധിപതികളായ സിംഹവും കൂട്ടാളികളുമായിരുന്നു കാട് ഭരിച്ചിരുന്നത്. അവർ പറയുന്നത് മാത്രമാണ് നിയമം. സാധുക്കൾക്ക് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. മൃഗങ്ങൾ ഭയത്തോടെ ജീവിച്ചു. അവയുടെ ശബ്ദങ്ങൾ നിശബ്ദമായി. അങ്ങനെയിരിക്കെ ഉഗ്രനും ദൃഢനിശ്ചയമുള്ളവനുമായ വീരൻ കടുവ മൃഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചു. വീരൻ രഹസ്യമായി കൂട്ടാളികളെ കണ്ടെത്തി യോഗങ്ങൾ കൂടാൻ തുടങ്ങി. സ്വാതന്ത്ര്യത്തെയും പ്രതിരോധത്തെയും കുറിച്ച് രഹസ്യമായി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സിംഹരാജ്യത്തിൻ്റെ ചാരന്മാർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. താമസിയാതെ വീരനെ പിടികൂടി ജയിലിലടച്ചു. ക്രൂരമായ പെരുമാറ്റമുണ്ടായിട്ടും വീരൻ കടുവ തളർന്നില്ല. സഹ തടവുകാരെ ഉത്തേജിപ്പിക്കാൻ കടുവയ്ക്ക് കഴിഞ്ഞു. ഒരു ദിവസം കാവൽ അയഞ്ഞപ്പോൾ കടുവ കൂട് പൊളിച്ച് പുറത്തു ചാടി. കൂട്ടാളികളെ കൂട്ടുചേർത്ത് പ്രവർത്തനം ആരംഭിച്ചു. വിപ്ലവം ശക്തി പ്രാപിച്ചു. സിംഹസേന അവരെ അടിച്ചമർത്താൻ പുറപ്പെട്ടു. കടുവകളും അവരുടെ സഖ്യകക്ഷികളും ധീരമായി പോരാടി. സിംഹരാജ്യത്തിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങി. അന്തിമവും നിർണായകവുമായ ഒരു ഏറ്റുമുട്ടലിന് ശേഷം സിംഹരാജന്റെ ഭരണം അവസാനിച്ചു. മൃഗങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യം ആഘോഷിച്ചു. വീരൻ ശരിക്കും വീരനായി, ഒരു ഇതിഹാസ നായകനായി. അദ്ദേഹത്തിൻ്റെ പേര് ധൈര്യത്തിൻ്റെയും നീതിയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമത്തിൻ്റെയും പ്രതീകമായി തീർന്നു. വീരൻ കടുവയുടെ വിപ്ലവം കൂടുതൽ തിളക്കമാർന്നതും ഇതിഹാസ തുല്യവുമായ ഒരു ഭാവിയിലേക്ക് വഴിയൊരുക്കിയതോടെ കാടിന് പുതുജീവൻ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് മറ്റു പലരും മൃഗങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ നിലകൊള്ളാനും അവരുടെ അവകാശങ്ങൾക്കുമായി പോരാടാനും പ്രചോദിപ്പിച്ചു.